നമുക്ക് ഇന്നലെയൊക്കെ നമ്മളെ ഒരുപാട് സങ്കടപ്പെടുത്തി ഒന്നായിരുന്നു പാലക്കാട് പുൽപ്പള്ളിയിലുണ്ടായ കാർ അപകടം. കാറ് പൊട്ടിത്തെറിച്ച് പരിക്കേറ്റവരൊക്കെ കുഞ്ഞുങ്ങളടക്കം അവർ ജീവിതത്തിലേക്കൊക്കെ മടങ്ങി വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഇന്നലെ ആ ഒരു വാർത്ത എത്തുന്നത്. 2 കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ളത്. ഈ അപകടത്തിൽ പരിക്കേറ്റ എൽസിയുടെ ആരോഗ്യനില ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. 45% എൽസിക്ക് പൊള്ളലേറ്റത്. മെഡിക്കൽ സെന്ററിൽ, എറണാകുളം മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലായിരുന്ന എൽസിയുടെ 2 മക്കളും ഇന്നലെ മരണപ്പെട്ടു. കുട്ടികളുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പാലക്കാട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് സൈഫുനീസ അലിയാരും പാലക്കാട് നിന്ന് അജിത് ബാബു ഉണ്ട്. നമുക്ക് ആദ്യം എൽസിയുടെ ആരോഗ്യനില എങ്ങനെയാണെന്ന് ചോദിച്ചറിയാം. സൈഫുനീസ അലിയാറുണ്ട് നമുക്കിപ്പം. സൈഫുനീസ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണിപ്പോൾ 2 കുഞ്ഞുങ്ങളുടെ മരണം? അത് വലിയ ദുഃഖം ഉണ്ടാക്കുന്ന കാര്യവുമാണ്. എൽസിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഡോക്ടർമാർ എന്താ പറയുന്നത്? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. എൽസിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതീവ ഗുരുതരം എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇന്നലെ 24 മണിക്കൂർ രാത്രിയായപ്പോൾ മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. 45% പൊള്ളലാണ് എൽസിക്ക് ഉണ്ടായത്. ഈ കാറ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചത് എൽസിയാണ്. ഡ്രൈവിംഗ് സീറ്റിലിരുന്നത് എൽസിയായിരുന്നു. ഈ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും പിന്നീട് തീ പടരുകയും ചെയ്തപ്പോൾ എൽസി തന്നെയാണ് കാറിൽ നിന്ന് ഇറങ്ങി ഈ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് എടുക്കുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും കൂടുതൽ പരിക്കേറ്റിരുന്നത് ആൽഫ്രഡ് മാർട്ടിൻ എന്ന് പറയുന്ന 60-കാരനായിരുന്നു. എൽസിയുടെ 2 ആ കുട്ടി ഇന്നലെ 3 കൂടി 60% പൊള്ളലേറ്റ ഇവരുടെ എംലീന എന്ന് പറയുന്ന ഇളയ മകളാണ്. 4 വയസ്സായിരുന്നു എംലീന മരിയ മാർട്ടിൻ. ആ കുട്ടിയുടെ മരണം ഇന്നലെ ഉച്ചയ്ക്ക് 2:30 സ്ഥിരീകരിച്ചു. ഈ കുട്ടിയാണ് ആദ്യം മരിച്ചത്. ചികിത്സയിലുള്ള എൽസിക്കാണ് പിന്നീട് ഗുരുതരമായ പൊള്ളലേറ്റിരിക്കുന്നത്. അത് 45% പൊള്ളലാണ്. അത് പ്രതീക്ഷയോടെ എൽസി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രതീക്ഷയൊക്കെയാണ് ബന്ധുക്കൾ പ്രകടിപ്പിക്കുന്നത്. ഗുരുതരാവസ്ഥയിൽ തുടരുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇന്നലെ ഈ കുട്ടികളുടെ 2 മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇവരുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുകയും മോർച്ചറിയിൽ വെച്ച് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുകയും ചെയ്തിരുന്നു. പാലക്കാട് ചിറ്റൂരിൽ നിന്ന് പോലീസ് സംഘം എത്തിയാണ്, SI അഖിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തിയാണ് ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തീകരിച്ചത്. എന്നിട്ട് രാത്രിയോടുകൂടി മൃതദേഹവും പാലക്കാട്ടേക്ക് കൊണ്ടുപോയി. ഇനി സംസ്കാര ചടങ്ങുകളടക്കം അവിടെയാണ് തീരുമാനിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഒരാൾ എറണാകുളം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് എൽസിയുടെ മൂത്ത മകൾ അലീനയാണ്. അലീന ഇന്നലെ രാവിലെ തന്നെ അപകടനില തരണം ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും കുറവ് പരിക്കേറ്റതും അലീനയ്ക്കായിരുന്നു. എന്തായാലും അലീന അപകടനില തരണം ചെയ്തു എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഈ അപകടത്തിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കാരണം ഈ കുഞ്ഞുങ്ങളെ പാലക്കാട് അവിടെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും പിന്നീട് എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റുകയും ചെയ്തത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ചികിത്സ ഉണ്ടാകും, കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയോടെയായിരുന്നു. പക്ഷേ ഇന്നലെ ഉച്ചയോടുകൂടി ഇവരുടെ 2 പേരുടെയും മരണം സംഭവിക്കുകയായിരുന്നു. ഇനി എൽസിയുടെ ആരോഗ്യനിലയെക്കുറിച്ചാണ് ആശങ്കയുള്ളത്. എൽസിയും ഉടനെ തന്നെ ഈ പ്രതിസന്ധികളെല്ലാം മറികടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം എൽസിയുടെ ഭർത്താവ് 55 ദിവസം മുമ്പാണ് മരിച്ചത്. അതാണ് കുടുംബത്തിനെ സംബന്ധിച്ച് ഇത് വലിയ ദുരന്തമാണ് അവർ നേരിട്ടുണ്ട്. കാരണം തുടരെ കുടുംബത്തെ തേടി ദുരന്ത വാർത്തകൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് കഷ്ടം. സൈഫുനീസ, ഓക്കെ, ഞാൻ സൈഫുയൊക്കെ വീണ്ടും വരാം, അടുത്ത മണിക്കൂറിൽ വീണ്ടും എത്താം. അജിത് ബാബു കൂടി ഉണ്ട് ഇവരുടെ വീട്ടിൽ നിന്ന്. അജിത്ത്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ എൽസിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ് സൈഫുനീസ പറഞ്ഞത്. ഇനി കുഞ്ഞുങ്ങളുടെ മൃതദേഹം പാലക്കാട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്താണ് ഇനി തുടർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? സേതുലക്ഷ്മി, നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയുടെ അവിടെയാണുള്ളത്. ഇത്തരത്തിൽ അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടക്കുക. അതിനുശേഷമാണ് ഒരു സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ തീരുമാനിക്കുക. നിലവിൽ സംസ്കാര ചടങ്ങുകളുടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടില്ല. അട്ടപ്പാടിയിലായിരിക്കുമോ എന്നുള്ള കാര്യം കൂടി, അതായത് എൽസിയുടെ വീട് എവിടെയാണ്, അവിടെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. നിലവിൽ അക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഏതാണെങ്കിലും ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സ്വകാര്യ ആശുപത്രിയിലേക്ക്, എൽസി തന്നെ ജോലി ചെയ്ത ആശുപത്രിയിലേക്ക്, അവിടുത്തെ സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റും. അതിനുശേഷമായിരിക്കും നടപടികൾ, സംസ്കാര ചടങ്ങുകളുടെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുക. ഏതാണെങ്കിലും വളരെ വേദനാജനകമായ സംഭവമാണ്. ആ നാടാകെ വലിയ വേദനയിലാണ്. ഒരു 2 മാസത്തിനിടയ്ക്ക് ആ കുടുംബം നേരിട്ടത് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ സേതുലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്തതാണ്.
ഭർത്താവ് എൽസിയുടെ ഭർത്താവ് മാർട്ടിൻ 55 ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെടുന്നു. അതിനുശേഷം ആ കുടുംബം അധികം പുറത്തേക്കൊന്നും ഇറങ്ങിയിരുന്നില്ല. അതിനു മുമ്പ് കുട്ടികൾ കളിക്കാനൊക്കെ ആണെങ്കിലും പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നതാണ്. പിന്നീട് ആ വീടിൻ്റെ അകത്ത് ചുറ്റപ്പെട്ടൊരു ജീവിതമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം എൽസിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി, ഒരു സർജറി നടക്കുകയും ചെയ്തു. പിന്നീട് കൂടുതൽ ഈ കുട്ടികളൊക്കെ ആണെങ്കിലും ആ വീട്ടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പൂർണ്ണമായും അങ്ങനെ കളിക്കാനായി ഒന്നും പുറത്തേക്ക് അധികം വരാറില്ല എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ജോലിക്ക്, ഒരു നേഴ്സാണ്, ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സാണ്, അവിടെ ജോലിക്ക് പോയി തുടങ്ങിയ ആദ്യ ദിവസം തന്നെയാണ് വൈകിട്ട് തിരിച്ചെത്തി കുട്ടികളുമായി പുറത്ത് ഭക്ഷണം കഴിക്കാനായി പോകുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഏതാണെങ്കിലും ഈ കാര്യത്തിൽ അന്വേഷണമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായി നിലവിൽ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ബാറ്ററിയിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ്. പക്ഷേ അതിന് കൃത്യമായൊരു സ്ഥിരീകരണമൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഏതാണെങ്കിലും ഇത്തരത്തിലൊരു വലിയ ഒരു സ്ഫോടനാത്മകമായ രീതിയിൽ തന്നെയാണ് ആ കാറ് കത്തിയത്. കാരണം അവിടെ ഉണ്ടായിരുന്ന ചുറ്റുമുള്ള മരങ്ങളൊക്കെ തന്നെയും തീ പിടിച്ച് പോകുന്ന രീതിയിലേക്കുള്ള തീ അവിടെ പടരുന്ന സാഹചര്യം ഉണ്ടായി. ഏതാണെങ്കിലും ഈ നാടിനെ നടുക്കിയ സംഭവമാണ്. 2 കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമുക്ക് മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ 2 മാസത്തിനുള്ളിൽ ആ കുടുംബം നേരിട്ടത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്ത വേദനയാണ് ഉണ്ടാക്കുന്നത്. ഓരോ മനുഷ്യർക്കും അത് അങ്ങനെ തന്നെയായിരിക്കും. കേരളം ആകെ അത്രത്തോളം വേദനയോടുകൂടി തന്നെയാണ്. തീർച്ചയായും ഒരു മനുഷ്യൻ സഹിക്കാൻ പറ്റുന്നതിലും ഒക്കെ അപ്പുറമാണ് ആ കുടുംബം സഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ 2 മാസത്തെ ഇടവേളകളിൽ ആ വീട്ടിൽ നിലവിൽ സംഭവിച്ചിരിക്കുന്ന 3 മരണമാണ്. എൽസിയുടെ ഭർത്താവിൻ്റെ മരണം, ഇപ്പോഴത്തെ 2 കൊച്ചു കുഞ്ഞുങ്ങൾ അവരും മരണപ്പെട്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഈ ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സത്യമാണ് ഈ മരണം എന്നൊക്കെ പറയുന്നത്. അതിൽ നിന്നും മോചനം നേടി വരിക എന്ന് പറയുന്നത് അതിൽ പരം വിഷമമേറിയ കാര്യവുമാണ്. അപ്പോൾ ഇങ്ങനെ തുടരെ മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ആ കുടുംബക്കാർ, ആ വീട്ടുകാർ, അവർ എന്തുമാത്രം വേദന സഹിക്കുമെന്നുള്ളതാണ്. കാരണം കൊച്ചു പിള്ളേരും കൂടിയൊക്കെ മരണപ്പെടുമെന്ന് പറയുമ്പോഴേ അത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.